സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തെറ്റിനെ CPM തിരുത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അംഗം TP ശ്രീനിവാസനോട് SFI കാണിച്ച നെറികേട്, ആ നെറികേടിനോട് അവർ മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് SFIയിൽ നിന്ന് മാന്യതയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ സർ? സാറ് രസകരമായിട്ട് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ വേണമെങ്കിൽ TP ശ്രീനിവാസൻ മാപ്പ് പറയട്ടെ എന്നായിരിക്കും SFI ചിന്തിക്കുന്നുണ്ടാവുക. ഗൗതം, ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു വിഷയമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണപരമായിട്ട് അവരുടെ നിലപാടുകളിൽ നയരൂപീകരണത്തിലൊക്കെ തന്നെ മറ്റുള്ള പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിറ്റാണ്ടുകൾ പിന്നിലാണ് എന്നുള്ളത് പല വിഷയങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ബുദ്ധിജീവികൾ മുഴുവൻ അവരുടെ ഭാഗത്താണ്, രാഷ്ട്രീയ ബുദ്ധിജീവികളും എല്ലാം അവരുടെ ഭാഗത്താണ്. പക്ഷെ അവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനം എല്ലാ പാർട്ടികളുടെയും ചിന്തയേക്കാൾ പലപ്പോഴും 10-30 കൊല്ലമെങ്കിലും പിന്നിലായിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് നിലപാടുകൾ ഇവരെടുത്തിട്ടുണ്ട്. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് പോലും ഒരു സെഷൻ എടുക്കേണ്ടി വരും. അപ്പം ഞാനിതിൽ കാണുന്നത്, ഇങ്ങനെ ഒരു തീരുമാനം മാറ്റുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, TP ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം. TP ശ്രീനിവാസനോട് പ്രത്യേകമായി മാപ്പ് പറഞ്ഞില്ല എങ്കിലും പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം. ഞങ്ങൾ അന്ന് എടുത്തിരുന്ന തീരുമാനം വലിയൊരു ദീർഘദൃഷ്ടി ഇല്ലാത്ത ഒരു തീരുമാനമായിരുന്നു. ഞങ്ങളുടെ ദീർഘവീക്ഷണത്തിൻ്റെ പോരായ്മയായിരുന്നു. ഒരുപക്ഷെ അത് ശരിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. ഇത് രാഷ്ട്രീയ സത്യസന്ധത എന്നാണ് നമ്മളതിന് പറയുക. മറിച്ച് ഇപ്പോൾ നടന്നിരിക്കുന്നതിന് അതല്ല പറയുന്നത്, ഉളുപ്പില്ലായ്മ എന്ന വാക്കാണ്. കാരണം അവർ നേരത്തെ എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെ യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ അതിനെ തിരുത്തി, എന്നിട്ട് അത് മറ്റെന്തോ സാഹചര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴാണ് ഈ തീരുമാനമെടുക്കാനുള്ള ഉചിതമായ സാഹചര്യം വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റഡി ക്ലാസ് ലൈനിൽ ചില വാചകങ്ങൾ കൂടി മന്ത്രി ശ്രീമതി R. ബിന്ദു പറയുകയാണ്. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനത്തിലേക്ക് എത്തി എന്ന്. അതിന് മാർക്സ് അനുവദിച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു മാർക്സിയൻ തോട്ടാണ് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, 1990കളിൽ സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ചില നയരൂപീകരണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും അവസാനം കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളെല്ലാം എതിർത്തിരുന്നപ്പോൾ അന്ന് എന്ത് കാരണത്താലാണോ അവർ എതിർത്തിരുന്നത് ആ റീസൺ വാലിഡ് ആയിരുന്നുവെന്നും, എന്നാൽ ഇത് നടപ്പാക്കാനുള്ള ശരിയായ മൂർത്തമായ സാഹചര്യം ഇപ്പോഴാണ് വന്നത് എന്നുമാണ് ഇവർ നമ്മളോട് പറയുന്നത്. എന്നിട്ട് ഇതിനെ വിശദീകരിക്കാനായിട്ട് പറയുന്ന കാര്യം നോക്കൂ. ഒന്ന്, നാടോടിക്കാറ്റ് സിനിമയിലെ ഡയലോഗാണ്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ദാസാന്ന് വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് നോക്കൂ, കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ്. അങ്ങനെ മാറണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളാണ് മാറാൻ തയ്യാറാകാതിരുന്നത്. അതിനുശേഷം പറയുന്നത് എന്താണ്? ഇനിയും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സർവകലാശാലകൾ വന്നില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെടുമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മറ്റു പല സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഗുണം അവിടെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ പോലും അവിടെ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ വികസനത്തിൻ്റെ ബസ് കേരളം മിസ് ചെയ്തു. അങ്ങനെ മിസ് ചെയ്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു. ആ കുട്ടികൾ ഇപ്പോൾ ഒറ്റപ്പെടുന്നു. അതായത് ഈ പുറത്തേക്ക് പോയില്ല എങ്കിൽ, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തിയില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒറ്റപ്പെടുകയാണ് എന്ന കുട്ടികൾക്ക് നേരത്തെ ഉണ്ടായ, രക്ഷിതാക്കൾക്ക് നേരത്തെ ഉണ്ടായ തീരുമാനം ഇപ്പോൾ CPMന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംവിധാനമുണ്ട്. എടാ, അതല്ല ഇവിടെ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കുണ്ടാകാനുള്ള, നമ്മുടെ ഒരു ഏർലി ബേർഡ് ആകാനുള്ള, നമ്മൾ ഇതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഫ്രണ്ട് റണ്ണർ ആകാനുള്ള എല്ലാ സാധ്യതകളെയും കളഞ്ഞുകൊണ്ട് ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇതിനെ സമരം ചെയ്ത് തോൽപ്പിച്ച ആൾക്കാർ ഇപ്പോൾ പറയുന്നു മറ്റെല്ലായിടത്തും ഉണ്ടെന്ന്. മറ്റെല്ലായിടത്തും ഉണ്ട്. ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളിനി മാറി നിൽക്കാനായിട്ട് കഴിയില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇത് നിവൃത്തികേട് കൊണ്ടാണ് എന്നിവർ പറയുക. അതായത് ഇവരുടെ നിലപാട് മാറ്റിയത് ഈ നിലപാട് തെറ്റായിരുന്നു എന്ന തീരുമാനത്തിലല്ല, മറിച്ച് ആ നിലപാട് കൊണ്ട് ഇവിടെ മുടിഞ്ഞ് ഒരു ഘട്ടമെത്തി നിൽക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് പുരോഗതിയില്ല. പുരോഗതി വരണമെന്നുണ്ടെങ്കിൽ, ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോയി പഠിക്കാത്ത, എന്നാൽ കേരളത്തിന് പുറത്തു പോകുന്ന ആൾക്കാരെ എങ്കിലും ചുരുങ്ങിയത് ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ വരണം. ഇനി മാറി നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മിസ് ചെയ്തിരുന്ന ബസ്സുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 1990കളിൽ ഇവർ വലിയ സമരം നടത്തി. കൂത്തുപറമ്പിൽ കുറേയധികം ആൾക്കാരെ തോക്കിന് മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് 5 ആൾക്കാർ രക്തസാക്ഷിയായി. ഒരുപക്ഷെ 30 വർഷം കിടന്ന് ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ പുഷ്പനുണ്ട്. ഈ പുഷ്പനെ കാണിച്ച് വിരൽ ചൂണ്ടിയതിന് ശേഷം, പുഷ്പൻ്റെ കട്ടിലിനടുത്ത് വന്ന് നൃത്തം ചെയ്തതിന് ശേഷം ഇവർ നമ്മളോടാണ് ചോദിക്കുന്നത്, പുഷ്പനെ അറിയാമോ?
നമ്മളിപ്പോൾ ഈ യൂ ടേൺ എടുക്കുന്ന സമയത്ത് അവരോട് നമ്മളാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് ടി പി ശ്രീനിവാസനെ അറിയാമോ, നിങ്ങൾക്ക് കെ കരുണാകരനെ അറിയാമോ, നിങ്ങൾക്ക് എം വി രാഘവനെ അറിയാമോ, നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ അറിയാമോ എന്നീ ചോദ്യങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ കേരളീയ പൊതുസമൂഹത്തിനോട് ഇനി അഥവാ മാപ്പ് പറഞ്ഞില്ല എങ്കിലും ചുരുങ്ങിയത് അവർ പുഷ്പന്റെ ഓർമ്മകൾക്ക് മുമ്പിലെങ്കിലും മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി മന്ത്രിയോട് ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്, SFI മാപ്പ് പറയണ്ടേ എന്ന്. ഇപ്പോൾ ഗൗതം പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള മര്യാദകളൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന്. എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അവരെ നിയന്ത്രിക്കേണ്ട, അവരെ നയിക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന CPM-ന്റെ നേതാവും നമ്മുടെ ഭരണാധികാരിയുമായിട്ടുള്ള ബിന്ദു പറയുന്നത് എന്താണ്? എന്തിനാ മാപ്പ് പറയുന്നത്? നമ്മൾ ചോദിക്കുന്നത് നയത്തിന്റെ പേരിലാണെങ്കിൽ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം എന്ന് പറയണം അല്ലേ? പക്ഷേ ഈ ചോദ്യം അതല്ലല്ലോ. ചോദ്യം TP ശ്രീനിവാസനോട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? TP ശ്രീനിവാസനെ SFI കരണത്തടിച്ച് തറയിലിട്ടതായതുകൊണ്ട്. അപ്പോൾ ആ മർദ്ദനത്തിന്റെ പേരിലാണ് മാപ്പ് പറയണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആശയപരമായി വിമുഖതയുള്ള ഒരാളിനെ കൈകാര്യം ചെയ്യാൻ, കായികമായി നേരിടാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടിപ്പട്ടാളം ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് അപലപിക്കേണ്ടുന്ന ഒരു പ്രശ്നമല്ല, അതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ടുന്ന ഒരു പ്രശ്നമല്ല എന്ന് ഈ ഉന്നത നേതാക്കൾക്കൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നയം മാറ്റിയതിൻ്റെ പേരിൽ, ഞാൻ പറഞ്ഞില്ലേ, നയം മാറ്റിയതിൻ്റെ പേരിലാണെങ്കിൽ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറഞ്ഞാൽ മതി. ഇവിടെ TP ശ്രീനിവാസനെ തല്ലിയതിനു ശേഷം മാപ്പ് പറയേണ്ടതില്ല എന്ന് മാത്രമല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ തീരുമാനമായിരുന്നു. എന്ത്? ഒരു വ്യക്തിയെ കായികമായി മർദ്ദിക്കുക എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിൻ്റെ തീരുമാനം, അതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ഇടത് ബദൽ എന്ന വാക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ വികസനത്തിലേക്ക് വൈകിയാണെങ്കിലും എത്തി എന്ന വാക്കോ ഒന്നുമല്ല പറയേണ്ടത്. ഉളുപ്പില്ലായ്മ എന്നൊരൊറ്റ വാക്കല്ലാതെ മറ്റൊരു വാക്കിതിലില്ല. കാരണം അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളീയ പൊതുസമൂഹവും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളും ഇവരോട് പറഞ്ഞതാണ്. അന്നത് കേൾക്കാതിരുന്നത് ഇവരാണ്. എന്നിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, 30 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ തീരുമാനമാണ് ശരി എന്ന് പറയുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇവർ പറയുന്നത് മൂർത്തമായ സാഹചര്യം. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എന്താണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ BComോ മറ്റോ പഠിച്ച് പരാജയപ്പെട്ടയാൾ അവിടെ തന്നെ MComന് അഡ്മിഷൻ നേടിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സർവകലാശാലകളൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഒരു കോളേജിൽ പഠിച്ചിരിക്കുന്നയാൾ 3 വർഷം അവിടെ ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്നയാൾ പരാജയപ്പെട്ടതിന് ശേഷം മറ്റൊരു സർവകലാശാലയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ, എടാ നീ 3 വർഷം ഇവിടെ അല്ലായിരുന്നോ പഠിച്ചിരുന്നത് എന്ന് ചോദിക്കാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അയാൾക്ക് വീണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കൊടുത്തിരിക്കുന്ന സ്ഥലം. പിന്നെ നമ്മൾ ഈ രേഖകളിലൊക്കെ തന്നെ കൃത്രിമത്വം കാണിച്ചിരിക്കുന്ന വിദ്യ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ CPM-ൻ്റെ അല്ല SFIയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ആർഷോ എഴുതാത്ത പരീക്ഷ പാസ്സായ ലിസ്റ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ എന്ത് കാരണം, സാങ്കേതികമോ അതർവൈസ് നിങ്ങൾ പറഞ്ഞാലും ഇവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞതാണ്. ഇതിന് പുറമെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കുറേ താല്പര്യങ്ങളും. കാരണം ഇവിടെ കുറേയധികം ബില്ല് കൊണ്ടുവരുന്നു. ഇവിടെ ചാൻസലറിന് അധികാരമില്ല, ഗവർണർ ചാൻസലറായി തുടരേണ്ട, അദ്ദേഹത്തിൻ്റെ അധികാരം കളയുന്നു. സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട തീരുമാനം BC നിയമനത്തിൽ, അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപക നിയമനത്തിലൊക്കെ തന്നെ തങ്ങളുടെ ആൾക്കാരെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എവിടെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം പോയി നിൽക്കുന്നത് എന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ പഠിക്കേണ്ടതില്ല. ഇവിടെ കൃത്യമായ രീതിയിലത്തേക്ക് കോഴ്സുകൾ പരിഷ്കരിക്കപ്പെടുന്നില്ല. ഇവിടെ പുതിയ ട്രെൻഡുകൾ വരുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസത്തിന് വരുന്ന അധ്യാപകരുൾപ്പെടെ BC ഉൾപ്പെടെ ചാൻസലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിന്, അല്ലെങ്കിൽ ഇവരെ നിയമിക്കുന്ന കണ്ടെത്തുന്ന സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അമിത രാഷ്ട്രീയ പ്രസരണം മാത്രമാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ പണ്ടേ ഇവിടെ നിന്ന് വിട്ടുപോയി. അതിൽ ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ പോയതിനു ശേഷം അവിടെയുള്ള സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ നാട് വിട്ടു പോവുകയാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഇതൊരു റിയാലിറ്റിയാണ്, ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഫോർ റിയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 30 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് നടപ്പാക്കേണ്ടിയിരുന്ന ഒരു നയം ഇപ്പോൾ നടപ്പാക്കാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്നിട്ട് ഇതെല്ലാം തന്നെ നല്ല പേരെടുത്തതിന് ശേഷം ഇനി അവിടേക്ക് ഒരാൾ അഡ്മിഷന് പോകുന്നതാണ് കൂടുതൽ അവർക്ക് ഗുണകരം എന്ന രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പതുക്കെ ഉറക്കത്തിൽ നിന്ന് പതുക്കെ അനങ്ങി എണീറ്റ് വന്നതിന് ശേഷം നമുക്കിവിടെ സ്വകാര്യ സർവകലാശാലകളാകാം. ഏത് കാലത്ത്? ഇനി ഇതിന് സ്ഥലം അക്വയർ ചെയ്യണം, ഇനി ഇതിന് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കണം, കോഴ്സ് കരിക്കുലം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏത് വർഷത്തേക്ക്, ഇനി എത്ര ആൾക്കാർ ഇവിടെ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടാകും? അപ്പോൾ വികസനത്തിൻ്റെ ബസ് വിദ്യാഭ്യാസ രംഗത്ത് എന്നത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞു. അത് മിസ് ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ കീഴേക്ക് വിദ്യാർത്ഥികളെ വലിച്ചെറിയാൻ പോലും തയ്യാറായിരുന്ന വിദ്യാഭ്യാസ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ വന്നിട്ട്
സാഹചര്യം മൂർത്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ വിചാരിക്കും നിങ്ങൾക്കാണ് പ്രശ്നം, മറ്റുള്ള ആൾക്കാർക്കായിരുന്നില്ല പ്രശ്നം. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാളിനെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്ന കെ കരുണാകരൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ എത്രത്തോളം ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ എത്രയോ നയങ്ങളും നിലപാടുകളും ഇതേപോലെ എതിർക്കപ്പെടുകയും പിന്നീട് ആ എതിർപ്പ് തെറ്റായിരുന്നു എന്ന് തോന്നി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മണ്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ കാണിച്ചതിന് ശേഷം ഇനി സ്വകാര്യ സർവകലാശാലകൾ വരട്ടെ എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്താൽ അതുകൊണ്ട് ഇനി നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർവകലാശാലകളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട്. പലപ്പോഴും പല നിയമനങ്ങൾ വരുന്ന സമയത്ത് അത് സുപ്രീം കോടതിയിലാണ് സെറ്റിലാവുന്നത്. കാരണം UGC പറയുന്ന ചട്ടങ്ങൾക്ക് അനുസരിച്ചല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഇൻ്റർവ്യൂ കമ്മിറ്റികളിലെല്ലാം തന്നെ ലിസ്റ്റ് ശീർഷാസനം ചെയ്തു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമുണ്ട്. എന്ന് വെച്ചാൽ അടിമുടി താഴെ തട്ടിലുള്ള ഒരു നിയമനം മുതൽ അവിടെ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ ആ സ്ഥാപനത്തിൻ്റെ VC വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള കാർട്ടൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെ പിടിമുറുക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഇവിടെ ആൾക്കാർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ആൾക്കാർ പോകുന്നത്. അതല്ലാതെ ഇവിടുത്തെ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഈ സിസ്റ്റത്തിലൂടെയുള്ള വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിപ്പോകുന്നത്. അപ്പോൾ വന്നതിന് ശേഷം ഞങ്ങളിത് വൺ സ്റ്റോപ്പ് സൊല്യൂഷനും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അത്രയും ആൾക്കാരോട് ഇവർ മാപ്പ് പറയണം. ആ മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ചുരുങ്ങിയത് ഞങ്ങളുടെ നിലപാടുകൾ തെറ്റായിരുന്നു, അത് ഞങ്ങളിപ്പോൾ തിരുത്തുകയാണ് എന്നെങ്കിലും പറയണം. അല്ലാതെ എല്ലാത്തിനും സമയമുണ്ട്, ഇപ്പോഴാണ് സമയം വന്നത്, മുഹൂർത്തമായതെന്ന് പറഞ്ഞാൽ എന്താണ് ആ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് വിശദീകരിക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ സ്ഥാനം ഇപ്പോഴാണ് വന്നത്, ഇതാണ് അവസരം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ അതാണ് കമ്മ്യൂണിസം, അതാണ് മാർക്സിസം, അതാണ് ഈ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലത്തേക്കുള്ള നയരൂപീകരണങ്ങൾ എന്ന് വേണം പൊതുസമൂഹം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ഇവിടെ പാർട്ടി വഞ്ചിക്കുന്നത് അന്നത്തെ SFIയിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി കൂട്ടങ്ങളെ തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ഒരു തരം കുറ്റബോധവും അതോടൊപ്പം തന്നെ വെറുപ്പോ എന്തെങ്കിലുമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഞങ്ങളെ ചതിച്ചിരിക്കുന്നു പാർട്ടി എന്നായിരിക്കും പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ അടിമത്ത സ്വഭാവമുള്ള ചില പ്രവർത്തകരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അന്ന് ചോരത്തിളപ്പിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി പൊളിറ്റിക്സിൻ്റെ പേരിലൊക്കെ തന്നെ ഈ സംഘടനകളിലൊക്കെ ജോയിൻ ചെയ്ത നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആ തീരുമാനം അന്ന് വളരെ അപക്വമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് പോയി തല്ല് മേടിച്ചിരിക്കുന്ന, ഇന്ന് ആ പ്രസ്ഥാനത്തിന് വിട്ടിരിക്കുന്ന എത്രയോ പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇങ്ങനെയുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്ത് തല്ല് മേടിച്ചിരുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ആ പ്രസ്ഥാനവുമായി സഹകരിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഈ CPMൻ്റെ U-ടേൺ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭാഗം തെറ്റായിരുന്നു എന്ന് സ്വയമേവ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഈ അടിമത്ത മനോഭാവം പേറുന്ന കുറേയധികം ആൾക്കാർ പിന്തുണയ്ക്കാൻ ഉണ്ട് എന്നിവർക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ മാർക്സിയൻ സിസ്റ്റത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമെടുക്കും, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്നത്. അതല്ലാതെ സാധാരണ രീതിയിലത്തേക്കുള്ള കോമൺ സെൻസ് ഉള്ള ഏതൊരാളിനാണ് ഇങ്ങനെ ഈ രീതിയിലത്തേക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയുക? അപ്പോൾ ഈ രീതിയിലത്തേക്ക് ചിന്തയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഗൗതം ചോദിച്ചതുപോലെയുള്ള മനോഭാവമുള്ള ആൾക്കാർ എന്നേ ഇതിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെയുള്ള ആൾക്കാർ എന്നേ അവർക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ഈ സംവിധാനത്തിനുണ്ടാകുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും, കേരളത്തിലുണ്ടായിരുന്ന ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പല മുഖ്യമന്ത്രിമാർ, അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞത്, ശ്രീ കെ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടി. ഈ ആൾക്കാർക്ക് വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള പല സാമൂഹ്യ രംഗങ്ങളിലും ഉണ്ടായിരുന്ന വലിയ കാഴ്ചപ്പാട്, അവരുടെ ദീർഘദൃഷ്ടി, വീക്ഷണം, ഈ തുടങ്ങിയ കാര്യങ്ങളുടെ പരിയത്ത് കെട്ടാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്കുള്ള വീക്ഷണമുള്ള പല ആൾക്കാരും, ഒരു ടണൽ വിഷൻ മാത്രമുള്ള പല ആൾക്കാരുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഭരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉദാഹരണ സഹിതം സമർത്ഥിക്കാനായിട്ട് കഴിയും. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, 90കളിൽ, ഇപ്പോൾ 94, 95 കാലഘട്ടത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ 2010 2015 എങ്കിലും നമ്മൾ ഈ സ്വകാര്യ സർവകലാശാലകളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ? നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ന് വിലപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു? കുറേയൊക്കെ കുറയുമായിരുന്നു. കാരണം ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. അവർ കോമ്പറ്റീറ്റീവ് ആകുന്നത് കേരള യൂണിവേഴ്സിറ്റിയോടോ MG യൂണിവേഴ്സിറ്റിയോടോ അല്ല, അവർ ഇന്ത്യയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളോടും ലോകത്ത് തന്നെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളോടുമാണ്.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോഴ്സ് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഫാക്കൽറ്റി ഇതൊക്കെ വരികയാണെങ്കിൽ ഈ ആൾക്കാരെല്ലാവരും തന്നെ കുട്ടികളവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സർവകലാശാലകളുടെ ഉണ്ടാകാനുള്ള ബസ് മിസ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ ഇരുന്നതിന് ശേഷം മന്ത്രി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സാഹചര്യത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വരുന്നു, 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി അതും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള മെച്ചം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾ പിന്നോക്കം തള്ളപ്പെട്ടു, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നു. അന്ന് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? അന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ അവർക്ക് തലയിൽ ആൾതാമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പോയി. നമ്മളത് പോയില്ല. നമ്മളതിന് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ നമ്മളവിടെ ചുവന്ന കൊടിയും പിടിച്ചിട്ട് അതിന് മുന്നിൽ വന്ന് നിന്ന് സമരം ചെയ്തു. നമ്മൾ ഇന്നിപ്പോൾ വളരെ വ്യാപകമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. വിജിൻ എന്ന അന്നത്തെ SFI നേതാവ്, അദ്ദേഹം അവിടെ നിന്നിട്ട് പിന്നെ പണം എത്ര മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നു. ഇന്ന് ഈ ബില്ലിനെ നിയമമാക്കാൻ വേണ്ടിയിട്ട്, പാസ്സാക്കാൻ വേണ്ടിയിട്ട് കൈവെക്കുന്ന ആൾക്കാരിൽ വിജിനുണ്ട്. കല്യാശ്ശേരി MLA ആയിട്ട് ഇന്ന് സഭയിലിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സങ്കോചമില്ലായ്മ എന്ന വാക്ക് കുറച്ചുകൂടി ഗ്രാമീണമായി പറഞ്ഞാൽ ഉളുപ്പില്ലായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു വാക്ക് കൊണ്ടും ഈ ടേണിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഉളുപ്പില്ലായ്മ എന്നുള്ള ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മാപ്പ് പറയും എന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അതിന് വേണ്ടിയിട്ട് മാന്യത വേണം. വിപ്ലവത്തിൻ്റെ പേരിൽ പല രീതിയിലുള്ള പോക്കിത്തരങ്ങളൊക്കെ കാണിച്ച സ്വഭാവങ്ങളൊക്കെ ഈ SFI കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാപ്പ് അവർ പറയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലും ചിന്തകളിലും ഒക്കെ വെളിച്ചം വീശട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. നന്ദി ഗൗരവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.